The magic you are looking for is in the work you are avoiding. ഇതൊരു പവർഫുൾ കോട്ടാണ്. ഈ കോട്ട് എന്താണ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന വർക്കിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു റിയൽ സക്സസ് കിടക്കുന്നത്. നമുക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട്, അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് ചെയ്യാനിരിക്കുമ്പോൾ മുതൽ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതായത് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് പിന്നെ ഒരു സമയത്തേക്ക് നിങ്ങളത് മാറ്റി വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വർക്കിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ പറ്റില്ല. അങ്ങനെ നമ്മൾ ദിവസങ്ങളും ഡേയ്സും വീക്സും ഒക്കെ നമ്മൾ കടന്നു പോയതിന് ശേഷമായിരിക്കും പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുക ആ ഒരു വർക്ക് അന്ന് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് ഞാൻ ചിലപ്പോൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടാവും, ഇന്ന് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ വർക്ക് ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു ഡ്രീം ഉണ്ട്, അപ്പോൾ ആ ഒരു 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 പ്രോജക്റ്റ് ഉണ്ട്, ആ ഒരു പ്രോജക്റ്റിന്റെ പുറത്ത് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, ഒരുപാട് പ്രോബ്ലംസ്, അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതാവുക. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു കാര്യത്തിന് കൊടുക്കേണ്ട ഒരു അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് നിങ്ങളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപാട് സ്കില്ല്, ഇപ്പം നമ്മൾ ഒരുപാട് സ്കില്ല് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ എന്തിലാണോ ബെറ്റർ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ എന്തിലൊക്കെ എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീക്ക്നെസ്സും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളൊരു ഒരുപാട് വർക്ക് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഫണ്ടമെന്റൽ, ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഓർത്തെടുത്തിട്ട് പറയേണ്ടി വരും. പക്ഷെ നമ്മളൊരു സംഗതി നമ്മൾ അതിൻ്റെ ഒരു സ്കില്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ബേസിക് ലെവലിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് ഓർക്കാതെ തന്നെ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രയും ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ഒരു മൈൻഡിൽ അത് സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ ഒരു വർഷം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് മേഖലയിൽ അല്ലെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയൊക്കെ നല്ല രീതിയിൽ ബൂം ചെയ്ത് വരുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, വെബ് 3.0 ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, NFT ഒക്കെ വന്നിരുന്ന സമയത്ത് അതിനെ ഇപ്പോഴും നാട്ടിൽ പലരും അംഗീകരിക്കുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയെ കാണുന്നത് വെറും ഒരു കറൻസി മാത്രമായിട്ടാണ്. ഈ ഒരു കറൻസി അല്ലാതെ ക്രിപ്റ്റോ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ചിലപ്പം നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലപ്പം ഒരു 100 പേരിൽ നിങ്ങൾ 100ാമത്തെ ആളാണ്. ബാക്കിയുള്ള 99 പേർക്കും നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ട് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ 99 പേരും നിങ്ങളെ അത് വേണ്ട, അത് നല്ലതല്ല, അത് ചീത്തയാണ്, മോശമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനേ നോക്കുള്ളൂ. കാരണം അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, അവരതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളും അവരെ കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങളവിടെ മിസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുള്ള എത്ര പേരും ആയിക്കോട്ടെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം എന്നുള്ളതിന് ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് AI കുറിച്ചിട്ട് പഠിക്കുക. ഇപ്പോൾ AI ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നതാണ്. AI ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളിലും ഹ്യൂമന് പകരം AI ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരുവിധം എല്ലാ വർക്കുകളും AI കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ ബൂം ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ AI എന്ന് പറയുന്നത്. അപ്പോൾ AI കുറിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ AI ടൂൾസിനെ കുറിച്ചിട്ട് പഠിക്കുക, എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത് പഠിക്കുക, ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും AI ഒരു സാധ്യത എന്താണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് അത് ഇങ്ങനെയല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇത് ഒന്നും മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക,
നിങ്ങൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാം. കാരണം ലാസ്റ്റ് ഒരു സമയം ഇവിടെ അങ്ങോട്ട് ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഇവിടെ AI അല്ല, ചിലപ്പോൾ അതിൻ്റെ മുകളിലുള്ള വേറെ ടെക്നോളജീസും വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യും. ഇപ്പോൾ AI ഒരു ബൂം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ AI കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ AI കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. AI ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം. അതായത് AI എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ, ഒരു ഹ്യൂമനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് അവിടെ ടെക്നോളജി, അതായത് ഹ്യൂമനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് AI എല്ലാ കാര്യവും വർക്കും ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ല. ആ ഒരു കൺസെപ്റ്റ് അല്ലാതെ AI എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കിയിട്ട്, കുറച്ചും കൂടി സ്പീഡായിട്ട്, കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് AI നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടൂൾസ്, ഏതൊക്കെയാണ് AI, നല്ല AI ഏതൊക്കെയാണ്, നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ ത്രൂ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളും കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഫീൽഡിലാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള AI ടൂൾസിനെ കുറിച്ചിട്ട് പഠിക്കുക. അതല്ല നിങ്ങൾക്കൊരു ഇമെയിൽ ഓട്ടോമേഷൻ ആയിരിക്കാം, അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് AI ടൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള ടൂൾസുകൾ നോക്കിയിട്ട് അതിൽ നിന്നുകൊണ്ട് ആ ഒരു ടൂൾസിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം ചിലപ്പം വേറൊരാളും അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക പോലും ചെയ്യാത്ത അതിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ അറിയാത്തവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഹേയ് അതൊന്നും പഠിക്കേണ്ട, അതിലൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടതാണ്. ഇനി ഒരുപാട് പ്രൊജക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു പ്രൊജക്ട്, ഒരു ടാസ്കിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് കൊടുക്കുക, മാക്സിമം അറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ മാക്സിമം സമയവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പുതിയ ഇൻഫർമേഷൻസും പുതിയ ഓപ്പർച്യൂണിറ്റീസും കണ്ടെത്തുക. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വാല്യൂ മറ്റുള്ളവർക്ക്, ഒരു നിങ്ങൾക്കൊരു എക്കണോമിക്കൽ വാല്യൂ മറ്റുള്ളവർക്ക്, ഇപ്പോൾ ഒരു സൊസൈറ്റി കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.